ഇവനെ നാട്ടുകാരടിക്കും, എന്നെ ഉമ്മ വെക്കും. BJPയുടെ പുറമ്പോക്കിൽ കുത്തിയിരിക്കുവാൻ അല്പം സ്ഥലം കിട്ടിയപ്പോൾ നാവാട്ടവുമായി പൂഞ്ഞാർ കേശവൻ വീണ്ടും രംഗത്തിറങ്ങി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള തോമസ് ഐസക്കിനെതിരെ തെറിയഭിഷേകവുമായാണ് പൂഞ്ഞാർ കേശവൻ ഇന്നിറങ്ങിയത്. കേരളത്തെ കടക്കണിയിലാക്കിയത് തോമസ് ഐസക്കാണെന്നും 4.5 ലക്ഷം കോടി കടമുണ്ടാക്കി വെച്ച കിഫ്ബിയിലൂടെ കള്ളക്കച്ചവടം നടത്തിയ ആളാണ് തോമസ് ഐസക്കെന്നും ഇവനെ നാട്ടുകാർ അടിക്കുമെന്നും ആലപ്പുഴക്കാരൻ പത്തനംതിട്ടയിൽ വരുന്നത് എന്തിനാണെന്നും PC ചോദിച്ചു. PC പറഞ്ഞത് സത്യമാണെങ്കിലും PC ആരാണ് മോൻ? പത്തനംതിട്ടയുടെ സിറ്റിംഗ് MP ആയ കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണിയെയും PC ജോർജ് കണക്കിന് വിമർശിച്ചു. സഹകരണ തട്ടിപ്പിന്റെ ആശാനാണ് ആന്റോ എന്ന് PC ജോർജ് പറഞ്ഞു. പത്തനംതിട്ടയിൽ തന്നെ പരിഗണിക്കുന്നതായി BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അയ്യപ്പന്റെ മണ്ണാണ് പത്തനംതിട്ട, അവിടെ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ട്, മത്സരിച്ചാൽ ജയിച്ചെന്ന് കരുതിയാൽ മതിയെന്നും അതിൽ തർക്കമില്ലെന്നും PC ജോർജ് പറഞ്ഞു. എന്നാൽ ദത്തെടുത്ത അപ്പനെയും മകനെയും പത്തനംതിട്ടയിൽ നിർത്തിയാൽ ക്രിസ്ത്യാനികളാരും വോട്ട് ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, അടിയുറച്ച BJPക്കാർ പോലും പൂഞ്ഞാർ കേശവന് വോട്ട് ചെയ്യുകയില്ല എന്ന് കഴിഞ്ഞിടെ BJP നേതൃത്വം പത്തനംതിട്ടയിൽ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയിരുന്നു. അത് മാത്രമല്ല, PC ജോർജ് പത്തനംതിട്ടയിൽ നിന്നാൽ സരിതയും അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങും. അതും BJPക്ക് നാണക്കേടുണ്ടാക്കും. മാത്രമല്ല, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അപവാദം പറഞ്ഞ PC-യോടുള്ള സാധാരണ ജനങ്ങളുടെ വെറുപ്പും മുസ്ലിം സമുദായത്തിന് ഇദ്ദേഹത്തോടുള്ള വെറുപ്പും എല്ലാം കണക്കിലെടുത്താൽ PC 8 നിലയിൽ പൊട്ടുമെന്ന് ഏജൻസികളുടെ സർവേയിൽ കണ്ടെത്തിയത് 100% ശരിയാണ് എന്ന് വേണം കരുതാൻ. ഇതിനൊരു മുൻകൂർ ജാമ്യം എടുക്കുക എന്ന രീതിയിലാണ് PC തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞത്. പത്തനംതിട്ടയിൽ K സുരേന്ദ്രനോ കുമ്മനം രാജശേഖരനോ ഉണ്ണി മുകുന്ദനോ നിന്നാൽ പോലും PC-യേക്കാൾ വോട്ട് പിടിക്കും എന്നതാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി PC-യുടെ വിടുവാ കേൾക്കാം. ഞാൻ BJP കഴിഞ്ഞ് ജനുവരി 31 BJP മെമ്പർഷിപ്പ് വേണം. അതിനുശേഷം ദൈവം സാക്ഷി ഒരു സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ എന്നെ സജീവമായി പരിഗണിക്കുന്നു എന്ന് BJPയുടെ നേതൃത്വം പറഞ്ഞ് എനിക്കറിയത്തുള്ളൂ. ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് സത്യമായിട്ടും എനിക്കറിയത്തില്ല. എനിക്കറിയില്ല, എന്നെ വിശ്വസിക്കൂ. ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ പാർട്ടി നിർദ്ദേശം പറഞ്ഞ് ഞാൻ മത്സരിക്കും. നല്ല ശബരിമല ശാസ്താവിൻ്റെ മണ്ഡലം മോശമാണ്. അവിടെ മത്സരിക്കാൻ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം. സംശയമുണ്ട്. പിന്നെ ഐസക് ധൈര്യമായിട്ട് ഇറങ്ങണം. ഇവിടെ 4 ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി വെച്ച് കിബി കച്ചവടം നടത്തിയവരാണ്. ഇവരെ നാട്ടുകാർ അടിക്കും. വോട്ട് ചെയ്യാൻ ചോദിച്ചാൽ വോട്ട് ചോദിച്ചാൽ ഐസക് ആലപ്പുഴക്കാരൻ എന്തിനാണ് പത്തനംതിട്ട വരുന്നത്? ആലപ്പുഴക്കാരൻ ഐസക്ക് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഏറ്റവും വലിയ കടക്കടിയിലാക്കിയ ഐസക്കല്ലേ. കിബി എന്ന് പറഞ്ഞ ഇടപാട് തന്നെ കൊള്ളയാ. അതിൻ്റെ ആളാരാ? ഐസക്ക് ഉണ്ടാക്കിയ കിബി. ഇങ്ങോട്ട് വന്നേക്കട്ടെ, ഞാൻ ചെറുപ്പം തരാം. അതൊക്കെ പത്തനംതിട്ട മടുത്ത ഒരു കേസ് കേട്ടാ. അതല്ല അയാൾ ഈ പറഞ്ഞ പോലെ അയാളുടെ അനിയൻ ഇലക്ഷൻ ആയില്ല, അതുകൊണ്ടാണ്. അനിയൻ പൂഞ്ഞാർ സർവീസ് ബാങ്കിൻ്റെ സെക്രട്ടറിയാണ്. ഒരു ദിവസം ഓഡിറ്റ് ഇപ്പോൾ 8.5 കോടി രൂപ കാണുന്നില്ല. അയാളെ ഡിസ്മിസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അയാളുടെ ചേട്ടനുണ്ടായിരുന്നു, ഈ ആൻ്റോടെ. അയാൾ 3 ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അയാൾ ഒരു ദിവസം മരിച്ചു. ഇതെങ്ങനെ മരിച്ചെന്ന് ആർക്കും വരുന്നത് പല ആരോപണമുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും മരിച്ചു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം കണക്ക് നോക്കിയപ്പോൾ 12 കോടി രൂപ ഇല്ല. അതും അങ്ങനെ സഹകരണ തട്ടിപ്പിൻ്റെ ആശാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതൊക്കെ ജനങ്ങൾക്ക് അറിയാമല്ലോ. ആര്? ഞാനോ? സംശയമോ? ഞാൻ നിന്നാൽ ജയിച്ചെന്ന് കൂട്ടി. പിന്നെ വേറെ തർക്കമൊന്നും വേണ്ട. നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ നിയമത്തിലാണ് നിൽക്കലവനെ. കോട്ടയം എൻ്റെ നിയമമുള്ളതല്ല. ഞാൻ പൂഞ്ഞാറുകാരനാണ്. പൂഞ്ഞാറ് പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റിലാണ്. അവിടെ നിൽക്കുള്ളൂ. അല്ല, ഞാൻ നിൽക്കില്ല. അല്ല, എനിക്ക് അതിനെ പറ്റിയ കാരണം ഉദാഹരണം 91 പൂഞ്ഞാറ് സീറ്റില്ല. കാരണം NN ജോസഫ് ഞാൻ ആ മുന്നിലാണ് ഞങ്ങൾ. അപ്പോൾ BJP പറഞ്ഞു നിയമസഭ വേണം, തൊടുപുഴ നിൽക്കാൻ പറഞ്ഞു. ഈസിയായിട്ട് ജയിക്കാമല്ലോ. ഞാൻ സോറി, ഞാനില്ല എന്ന്. പൂഞ്ഞാറില്ലാതെ ഞാനില്ല. പൂഞ്ഞാർ നിയമപ്പെടുന്നത് പത്തനംതിട്ടയിലെ വേറൊരിടത്ത് ഞാൻ പോവില്ല. ഇതുപോലെ നാക്കെടുത്ത് വിളച്ച് 10 പള്ളു പറഞ്ഞാൽ BJPയുടെ ഉള്ള സാധ്യതകൾ കൂടി ഇയാളെ ഇല്ലാതാക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.